ഹലോ എവ്രി വൺ, വെൽക്കം ടു 99 അക്കാദമി. PSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായി 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, ഓപ്ഷൻ ബി പൂന്താനം നമ്പൂതിരി, ഓപ്ഷൻ സി ചെറുശ്ശേരി നമ്പൂതിരി, ഓപ്ഷൻ ഡി കുഞ്ചൻ നമ്പ്യാർ. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹിൻഡ് കൊടുത്തിട്ടുള്ളത് തിരൂർ തുഞ്ചൻ പറമ്പ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. തിരൂർ തുഞ്ചൻ പറമ്പ് ഇദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാഷാപരമായ മാറ്റങ്ങൾക്കും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ വിശേഷണം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാഷാപരമായ മാറ്റങ്ങൾക്കും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ വിശേഷണം നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻ എ ആര്യഭട്ട, ഓപ്ഷൻ ബി ഭാസ്കര, ഓപ്ഷൻ സി ആപ്പിൾ, ഓപ്ഷൻ ഡി രോഹിണി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഹിൻഡ് കൊടുത്തിട്ടുള്ളത് പ്രശസ്തനായ ഒരു പ്രാചീന ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞൻ്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ട. 1975 സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യ ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. 1975 സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് ഇന്ത്യ ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, നിലവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. മൂന്നാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻ തന്നിരിക്കുന്നു. ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ, വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികളിലും ഇലക്കറികളിലും ധാരാളമായി കണ്ടുവരുന്ന കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണിത്. പച്ചക്കറികളിലും ഇലക്കറികളിലും ധാരാളമായി കണ്ടുവരുന്ന കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ ആണ്. ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയെ സഹായിക്കുന്ന പ്രോത്രോംബിൻ നിർമ്മാണത്തിന് ഇത് ആവശ്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. 1937, 1924, 1920, 1934. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ്? ഹിൻഡ് നോക്കാം. ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഈ സന്ദർശനം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ്? 1920. ഓപ്ഷൻ സി 1920 ആണ് ആൻസർ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ തേടിയാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ തേടിയാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ആർട്ടിക് സമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം, ഹിൻഡ് നോക്കാം. ഈ സമുദ്രത്തിലാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഈ സമുദ്രത്തിലാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് സമുദ്രം? ഉത്തരം പസഫിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഭൂമിയുടെ 1/3 ഭാഗം വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും ആഴമേറിയതും വലുതുമായ സമുദ്രമാണിത്. ഇവിടെയാണ് മരിയാന ട്രഞ്ച് കാണപ്പെടുന്നത്.
ഭൂമിയുടെ 1/3 ഭാഗം വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും ആഴമേറിയതും വലുതുമായ സമുദ്രം. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം. മരിയാന ട്രഞ്ച് കാണപ്പെടുന്ന സമുദ്രം പസഫിക് സമുദ്രം. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ലതാ മങ്കേഷ്കർ, ഓപ്ഷൻ ബി ആനി ബസന്റ്, ഓപ്ഷൻ സി സരോജിനി നായിഡു, ഓപ്ഷൻ ഡി വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഹിന്റ് നോക്കാം. ഇവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ ഇന്ത്യ വനിത കൂടിയാണ്. ഇവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിത. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. അവരുടെ കവിതകളിലെ സംഗീതാത്മകതയും വർണ്ണനകളും കാരണമാണ് മഹാത്മാഗാന്ധി അവരെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്ന് വിളിച്ചത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഓപ്ഷൻ എ സ്റ്റെപ്പീഡിയസ്, ഓപ്ഷൻ ബി മസെറ്റർ, ഓപ്ഷൻ സി സർട്ടോറിയസ്, ഓപ്ഷൻ ഡി ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി. ഹിന്റ് നോക്കാം. ഈ പേശി ഇരിക്കാനും നടക്കാനും പടികൾ കയറാനും നമ്മെ സഹായിക്കുന്നു. ഈ പേശി ഇരിക്കാനും നടക്കാനും പടികൾ കയറാനും നമ്മെ സഹായിക്കുന്നു. ഉത്തരം ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഏതാണ്? ഗ്ലൂട്ടിയസ് മാക്സിമസ്. നിതംബ ഭാഗത്ത് കാണപ്പെടുന്ന ഈ പേശിയാണ് ശരീരത്തിലെ ഏറ്റവും വലിയതും ശക്തവുമായ പേശി. ഒൻപതാമത്തെ ചോദ്യം, പശ്ചിമ ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ എ കോസി നദി, ഓപ്ഷൻ ബി ദാമോദർ നദി, ഓപ്ഷൻ സി മഹാനദി, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. പശ്ചിമ ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഹിന്റ് നോക്കാം. ഈ നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ആരംഭിച്ചത്. ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. മുൻകാലങ്ങളിൽ ഈ നദിയിലെ വെള്ളപ്പൊക്കം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ വരുത്തിയതിനാലാണ് ഇങ്ങനെ വിളിച്ചിരുന്നത്. പശ്ചിമ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദി. പത്താമത്തെ ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്ക് അഥവാ RBI സ്ഥാപിതമായ വർഷം ഏതാണ്? ഭാരതീയ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏതാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ 1947, ഓപ്ഷൻ ബി 1950, ഓപ്ഷൻ സി 1935, ഓപ്ഷൻ ഡി 1949. ഭാരതീയ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ഹിന്റ് നോക്കാം. ഹിന്റ് കൊടുത്തിട്ടുള്ളത് കൊൽക്കത്തയിലായിരുന്നു ഇതിൻ്റെ ആദ്യ ആസ്ഥാനം. കൊൽക്കത്തയിലായിരുന്നു ഇതിൻ്റെ ആദ്യ ആസ്ഥാനം. RBI സ്ഥാപിതമായത് 1935. RBI സ്ഥാപിതമായ വർഷം 1935. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1935 ഏപ്രിൽ 1-നാണ് RBI നിലവിൽ വന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1935 ഏപ്രിൽ 1-നാണ് RBI നിലവിൽ വന്നത്. പതിനൊന്നാമത്തെ ചോദ്യം, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഓപ്ഷൻ എ കാൽഷ്യം, ഓപ്ഷൻ ബി മഗ്നീഷ്യം, ഓപ്ഷൻ സി കോപ്പർ, ഓപ്ഷൻ ഡി ഇരുമ്പ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹിന്റ് നോക്കാം. ഈ ലോഹത്തിൻ്റെ കുറവ് വിളർച്ചയ്ക്ക് അഥവാ അനീമിയയ്ക്ക് കാരണമാകുന്നു. ഈ ലോഹത്തിൻ്റെ കുറവ് വിളർച്ചയ്ക്ക് അഥവാ അനീമിയയ്ക്ക് കാരണമാകുന്നു. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഇരുമ്പ്. ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാലാണ് അതിന് ഓക്സിജൻ വഹിക്കാൻ സഹായിക്കുന്നത്. ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളതിനാലാണ് അത് ഓക്സിജൻ വഹിക്കാൻ സഹായിക്കുന്നത്. 12ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ 1921,
ഓപ്ഷൻ ബി 1924, ഓപ്ഷൻ സി 1936, ഓപ്ഷൻ ഡി 1931. ഹിൻഡ് നോക്കാം. ടി കെ മാധവനാണ് ഇതിൻ്റെ പ്രധാന സംഘാടകരിൽ ഒരാൾ. ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? 1924. അയിത്തത്തിനെതിരെയും ക്ഷേത്ര പരിസരത്തെ റോഡിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായും നടന്ന പ്രക്ഷോഭമാണിത്. അയിത്തത്തിനെതിരെയും ക്ഷേത്ര പരിസരത്തെ റോഡിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനുമായി നടന്ന പ്രക്ഷോഭമാണിത്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924. 13ാമത്തെ ചോദ്യം. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. ഓപ്ഷൻ എ വ്യാഴം, ഓപ്ഷൻ ബി ബുധൻ, ഓപ്ഷൻ സി ശുക്രൻ, ഓപ്ഷൻ ഡി ചൊവ്വ. ഹിൻഡ് കൊടുത്തിരിക്കുന്നു. ഇതിനെ പ്രഭാത നക്ഷത്രമെന്നും സന്ധ്യാനക്ഷത്രമെന്നും വിളിക്കുന്നു. ഇതിനെ പ്രഭാത നക്ഷത്രമെന്നും സന്ധ്യാനക്ഷത്രമെന്നും വിളിക്കുന്നു. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും തിളക്കമുള്ള ഗ്രഹം. ഓപ്ഷൻ സി ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹവും ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹവും ശുക്രനാണ്. ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചൂടുള്ള ഗ്രഹവും ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹവും ശുക്രനാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആര്? ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ലക്ഷ്മി, ഓപ്ഷൻ ബി അരുണ ആസഫ് അലി, ഓപ്ഷൻ സി റാണി ഗൈഡിൻലിയു, ഓപ്ഷൻ ഡി മാഡം ഭിക്കാജി കാമ. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കപ്പെടുന്നത്, ഹിൻഡ് കൊടുത്തിട്ടുള്ളത്, പാഴ്സി വംശജയായ ഇവർ ജർമ്മനിയിലെ സ്റ്റട്ട്ഗട്ടിൽ വെച്ചാണ് പതാക ഉയർത്തിയത്. ഇന്ത്യ വിപ്ലവത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. വിദേശത്ത് വെച്ച് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയ വിപ്ലവകാരിയാണ് ഇവർ. വിദേശത്ത് വെച്ച് ഇന്ത്യൻ പതാക ആദ്യമായി ഉയർത്തിയ വിപ്ലവകാരി. ലോക പരിസ്ഥിതി ദിനം എന്ന് ആഘോഷിക്കുന്നു? ലോക പരിസ്ഥിതി ദിനം എന്ന് ആഘോഷിക്കുന്നു. ഓപ്ഷൻ എ ഡിസംബർ 5, ഓപ്ഷൻ ബി ഏപ്രിൽ 22, ഓപ്ഷൻ സി സെപ്റ്റംബർ 16, ഓപ്ഷൻ ഡി ജൂൺ 5. ഹിൻഡ്: പരിസ്ഥിതി സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്താനാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ഉത്തരം ജൂൺ 5. 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസിൻ്റെ ഓർമ്മയ്ക്കായാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം നിശ്ചയിച്ചത്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. 16ാമത്തെ ചോദ്യം. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി? കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻ എ ചാലിയാർ, ഓപ്ഷൻ ബി ഭാരതപ്പുഴ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി പമ്പ. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഹിൻഡ് കൊടുത്തിട്ടുള്ളത്, ശിവഗിരി മലകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ശിവഗിരി മലകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഏകദേശം 244 കിലോമീറ്റർ നീളമാണ് പെരിയാറിന്. കേരളത്തിലെ ജീവനാഡി എന്നറിയപ്പെടുന്ന ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ശിവഗിരി മലകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പതിനേഴാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഓപ്ഷൻ എ കടലാമ, ഓപ്ഷൻ ബി തിമിംഗല സ്രാവ്, ഓപ്ഷൻ സി നീലത്തിമിംഗലം, ഓപ്ഷൻ ഡി ഗംഗാ നദിയിലെ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഹിൻഡ് കൊടുത്തിട്ടുള്ളത്, കണ്ണുകളില്ലാത്ത ഈ ജീവി ശബ്ദതരംഗങ്ങൾ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ നദിയിലെ ഡോൾഫിൻ. ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന ഡോൾഫിനെ 2009 ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. ശുദ്ധജലത്തിൽ കാണപ്പെടുന്ന ഡോൾഫിനെ 2009 ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. 18ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ്? മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. 40 ഡിഗ്രി സെൽഷ്യസ്, 32 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ്, 25 ഡിഗ്രി സെൽഷ്യസ്. ഹിൻഡ് കൊടുത്തുള്ളത്, സെൽഷ്യസ് സ്കെയിലാണ് ഓപ്ഷനുകൾ നൽകിയിരിക്കുന്നത്.
സെൽഷ്യസ് സ്കെയിൽ പ്രകാരം മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി 37 ഡിഗ്രി സെൽഷ്യസ്. ഫാരൻഹീറ്റ് സ്കെയിലിൽ ഇത് ഏകദേശം 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സെൽഷ്യസ് സ്കെയിലിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില. ഫാരൻഹീറ്റ് സ്കെയിലിൽ ഇത് ഏകദേശം 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി അടൽ ബിഹാരി വാജ്പേയി, ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ഡി മൻമോഹൻ സിംഗ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത് ആര്? ഹിന്റ് കൊടുത്തിരിക്കുന്നു ഇദ്ദേഹം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമാണ്. ഉത്തരം ജവഹർലാൽ നെഹ്റു. 1947 മുതൽ 1964 വരെ ഏകദേശം 17 വർഷം അദ്ദേഹം പദവിയിലിരുന്നു. അടുത്ത ചോദ്യം. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏത്? ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ ബി ന്യൂട്രോൺ, ഓപ്ഷൻ സി ഇലക്ട്രോൺ, ഓപ്ഷൻ ഡി പോസിട്രോൺ. ഹിന്റ് കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ എണ്ണമാണ് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ നിർണ്ണയിക്കുന്നത്. ഇതിൻ്റെ എണ്ണമാണ് ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക് നമ്പർ നിർണ്ണയിക്കുന്നത്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പ്രോട്ടോൺ. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ കാണപ്പെടുന്നത്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനുള്ളിലാണ് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകൾ കാണപ്പെടുന്നത്. ഇരുപത്തൊന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ, ഓപ്ഷൻ സി ലഡാക്ക്, ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? ഹിന്റ് നോക്കാം. 2019 ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഈ മാറ്റം വന്നു. ഉത്തരം ഹിമാചൽ പ്രദേശ്. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമായി മാറി. ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതോടെ ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമായി മാറി. അടുത്ത ചോദ്യം. ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര കരാർ ഏത്? ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര കരാർ ഏത്? ഓപ്ഷൻ എ പാരീസ് ഉടമ്പടി, ഓപ്ഷൻ ബി ക്യോട്ടോ പ്രോട്ടോക്കോൾ, ഓപ്ഷൻ സി റാംസർ കൺവെൻഷൻ, ഓപ്ഷൻ ഡി മോൺട്രിയൽ പ്രോട്ടോക്കോൾ. ഓസോൺ പാളി സംരക്ഷിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര കരാർ ഹിന്റ് നോക്കാം. കാനഡയിലെ ഒരു നഗരത്തിൻ്റെ പേരാണ് ഈ കരാറിന് നൽകിയിരിക്കുന്നത്. ഉത്തരം മോൺട്രിയൽ പ്രോട്ടോക്കോൾ. 1987 ഒപ്പിട്ട ഈ കരാർ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. 1987 ഒപ്പിട്ട ഈ കരാർ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. അടുത്ത ചോദ്യം. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആര്? തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആര്? ഓപ്ഷൻ എ സ്വാതി തിരുനാൾ, ഓപ്ഷൻ ബി ശ്രീമൂലം തിരുനാൾ, ഓപ്ഷൻ സി വിശാഖം തിരുനാൾ, ഓപ്ഷൻ ഡി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഹിന്റ് നോക്കാം. ഹിന്റ് കൊടുത്തിരിക്കുന്നു. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936 നവംബർ 12 ചരിത്ര പ്രസിദ്ധമായ ഈ വിളംബരം അദ്ദേഹം നടത്തിയത്. ഇരുപത്തിനാലാമത്തെ ചോദ്യം. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? ഓപ്ഷൻസ്. ഓപ്ഷൻ എ വിറ്റാമിൻ B12, ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി, ഓപ്ഷൻ സി വിറ്റാമിൻ കെ, ഓപ്ഷൻ ഡി വിറ്റാമിൻ ഇ. ഹിന്റ് കൊടുത്തിരിക്കുന്നു നോക്കാം. ഇതിനെ സൺഷൈൻ വിറ്റാമിൻ എന്നും വിളിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന ഈ വിറ്റാമിനെ സൺഷൈൻ വിറ്റാമിൻ എന്നും വിളിക്കാറുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി. ഓപ്ഷൻ ബി വിറ്റാമിൻ ഡി.
സൂര്യപ്രകാശം ചർമ്മത്തിൽ തട്ടുമ്പോൾ ശരീരത്തിൽ സ്വാഭാവികമായി നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണിത്. സൂര്യപ്രകാശം ചർമ്മത്തിൽ തട്ടുമ്പോൾ ശരീരത്തിൽ സ്വാഭാവികമായി നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണിത്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നതും വിറ്റാമിൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യയുടെ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ തുമ്പ, ഓപ്ഷൻ ബി ശ്രീഹരിക്കോട്ട, ഓപ്ഷൻ സി ബാംഗ്ലൂർ, ഓപ്ഷൻ ഡി ചാന്ദിപൂർ. ഹിന്റ് കൊടുത്തിരിക്കുന്നു. പുലിക്കോട്ട് തടാകത്തിനടുത്തുള്ള ഒരു ദ്വീപാണിത്. പുലിക്കാട്ട് തടാകത്തിനടുത്തുള്ള ഒരു ദ്വീപാണിത്. ഇന്ത്യയുടെ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിലാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഫസ്റ്റ് ബാച്ചിലെ 25 ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് 25 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി ആരംഭിച്ചത് എവിടെ നിന്നാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഓപ്ഷൻ എ മീറത്ത്, ഓപ്ഷൻ ബി ബാരക്പൂർ, ഓപ്ഷൻ സി ഝാൻസി, ഓപ്ഷൻ ഡി ഡൽഹി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഹിന്റ് നോക്കാം. ഉത്തർപ്രദേശിലെ ഈ നഗരത്തിൽ നിന്നാണ് ശിപ്പായി ലഹള വ്യാപിച്ചത്. ഉത്തരം മീററ്റ്. 1857 മെയ് 10 മീററ്റിലെ സൈനികർ ലഹള ആരംഭിച്ചതോടെയാണ് വിപ്ലവത്തിന് തുടക്കമായത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി ആരംഭിച്ചത് എവിടെയാണ്? മീററ്റ്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ഓപ്ഷൻ എ ദൊഡ്ഡബെട്ട, ഓപ്ഷൻ ബി അഗസ്ത്യാർകൂടം, ഓപ്ഷൻ സി മഹേന്ദ്രഗിരി, ഓപ്ഷൻ ഡി ആനമുടി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി, ഹിന്റ് നോക്കാം. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടിക്ക് ആനയുടെ നെറ്റിത്തടം എന്നർത്ഥമുണ്ട്. ഉത്തരം ആനമുടി. 2695 മീറ്റർ ഉയരമുള്ള ആനമുടി പശ്ചിമഘട്ടത്തിലെയും ദക്ഷിണേന്ത്യയിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ആനമുടി. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ മദ്രാസ്, ഓപ്ഷൻ ബി കൽക്കത്ത, ഓപ്ഷൻ സി ബോംബെ, ഓപ്ഷൻ ഡി പൂനെ. ഹിന്റ്, ഇന്ന് മുംബൈ എന്നറിയപ്പെടുന്ന നഗരമാണ്. ഉത്തരം ബോംബെ. 1885 ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. 1885 ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ആദ്യ സമ്മേളനം നടന്നത്. ബോംബെയിൽ വെച്ചാണ്. നാലാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭ്രംശതാഴ്വരയിലൂടെ അഥവാ റിഫ്റ്റ് വാലി ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏത്? ഇന്ത്യയിൽ ഭ്രംശതാഴ്വരയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഓപ്ഷൻ എ കൃഷ്ണ, ഓപ്ഷൻ ബി കാവേരി, ഓപ്ഷൻ സി നർമ്മദ, ഓപ്ഷൻ ഡി ഗംഗ. ഹിന്റ് കൊടുത്തിരിക്കുന്നു. അറബിക്കടലിൽ പതിക്കുന്ന ഈ നദി മധ്യപ്രദേശിലെ അമർകണ്ടക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം, നർമ്മദ. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലുള്ള ഭ്രംശതാഴ്വരയിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. വിന്ധ്യ സത്പുര നിരകൾക്കിടയിലുള്ള ഭ്രംശതാഴ്വരയിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. അടുത്ത ചോദ്യം, ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വെച്ചാണ്? ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ മൗറീഷ്യസ്, ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക, ഓപ്ഷൻ സി ഇന്ത്യ, ഓപ്ഷൻ ഡി ലണ്ടൻ. ഹിന്റ്, സത്യാഗ്രഹം എന്ന സമരമുറ അദ്ദേഹം ആദ്യമായി പരീക്ഷിച്ച രാജ്യമാണിത്. ഉത്തരം ദക്ഷിണാഫ്രിക്ക. 1908 ജോഹന്നാസ്ബർഗിൽ വെച്ചാണ് ഗാന്ധിജി തൻ്റെ ആദ്യ ജയിൽവാസം അനുഭവിച്ചത്.
അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം IST കണക്കാക്കുന്നത് ഏത് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്? ഹിന്റ് നോക്കാം. ഈ രേഖ ഉത്തർപ്രദേശിലെ അലഹബാദിന് അഥവാ പ്രയാഗ്രാജിന് സമീപത്തു കൂടി കടന്നു പോകുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശത്തെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം 82.5 ഡിഗ്രി ഈസ്റ്റ്. മിർസാപൂരിലൂടെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി ഈസ്റ്റ്. മിർസാപൂരിലൂടെ കടന്നു പോകുന്ന 82.5 ഡിഗ്രി കിഴക്കൻ രേഖാംശമാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. അടുത്ത ചോദ്യം, 1919 നടന്ന ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിച്ചത് ആര്? 1919 നടന്ന ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിച്ചത് ആരാണ്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി സി ശങ്കരൻ നായർ, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ഹിന്ദു കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ച വ്യക്തിയാണിത്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ച വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ. 1919 നടന്ന ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് നൈറ്റ്ഹുഡ് പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ക്രൂരതയിൽ പ്രതിഷേധിച്ച് ടാഗോർ തനിക്ക് ലഭിച്ച ബഹുമതി തിരിച്ചേൽപ്പിച്ചു. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര. ഓപ്ഷൻ എ സത്പുര, ഓപ്ഷൻ ബി ആരവല്ലി, ഓപ്ഷൻ സി പശ്ചിമഘട്ടം, ഓപ്ഷൻ ഡി ഹിമാലയം. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര ഏതാണ്? ഹിന്റ് നോക്കാം. രാജസ്ഥാനിലൂടെ കടന്നുപോകുന്ന ഈ നിരകൾ ഗുരുശിഖർ കൊടുമുടിക്ക് പേരുകേട്ടതാണ്. രാജസ്ഥാനിലൂടെ കടന്നുപോകുന്ന ഈ നിരകൾ ഗുരുശിഖർ കൊടുമുടിക്ക് പേരുകേട്ടതാണ്. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിര. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ മടക്കു പർവ്വതങ്ങളിൽ ഒന്നാണ് ആരവല്ലി നിരകൾ. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏതാണ്? ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ഏതാണ്? ഓപ്ഷൻ എ 1911, ഓപ്ഷൻ ബി 1919, ഓപ്ഷൻ സി 1906, ഓപ്ഷൻ ഡി 1905. ഹിന്റ് കൊടുത്തിരിക്കുന്നു. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ അതേ വർഷമാണിത്. ഉത്തരം 1911. ഹാർഡിഞ്ച് പ്രഭുവിൻ്റെ കാലത്താണ് വിഭജനം റദ്ദാക്കി തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയത്. ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം 1911. ഹാർഡിഞ്ച് പ്രഭുവിൻ്റെ കാലത്താണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. പത്താമത്തെ ചോദ്യം, ഏത് ഇന്ത്യ സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കടൽ തീരമുള്ളത്? ഏത് ഇന്ത്യ സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കടൽ തീരമുള്ളത്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഏത് ഇന്ത്യ സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കടൽ തീരമുള്ളത്? ഓപ്ഷൻ ഹിന്റ് കൊടുത്തിരിക്കുന്നത്. പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനം ഉപ്പളങ്ങൾക്കും പ്രസിദ്ധമാണ്. പടിഞ്ഞാറൻ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനം ഉപ്പളങ്ങൾക്കും പ്രസിദ്ധമാണ്. ഉത്തരം ഗുജറാത്ത്. ഏകദേശം 1600 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശമാണ് ഗുജറാത്തിനുള്ളത്. പത്താമത്തെ ചോദ്യം കഴിഞ്ഞു. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകാലത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയത് ആര്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകാലത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധർ തിലക്, ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭകാലത്ത് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം നൽകിയത് ഹിന്ദു നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണിത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. 1942 ഓഗസ്റ്റിൽ ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ വെച്ചാണ് അദ്ദേഹം ഈ മുദ്രാവാക്യം വിളിച്ചത്. ഡു ഓർ ഡൈ എന്ന ആഹ്വാനം നൽകിയതാരാണ്? മഹാത്മാഗാന്ധി.
ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയ ആഹ്വാനമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ നാർക്കോണ്ടം ദ്വീപ്, ഓപ്ഷൻ ബി ലക്ഷദ്വീപ്, ഓപ്ഷൻ സി മിനിക്കോയി, ഓപ്ഷൻ ഡി ബാരൻ ദ്വീപ്. ഹിന്റ് നോക്കാം. ബംഗാൾ ഉൾക്കടലിലെ ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണിത്. ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ബാരൻ ദ്വീപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിലെ ബാരൻ ദ്വീപിലാണ് ഇന്ത്യയിലെ ഒരേ ഒരു സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാരൻ ദ്വീപിൽ. 13ാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരെല്ലാമാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരെല്ലാമാണ്? ഓപ്ഷൻ എ തിലക്, ആനി ബസന്റ്, ഓപ്ഷൻ ബി CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഓപ്ഷൻ സി ഗാന്ധിജി, നെഹ്റു, ഓപ്ഷൻ ഡി ഭഗത് സിംഗ്, BK ദത്ത്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരെല്ലാമാണ്? ഹിന്റ് നോക്കാം. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവും ഇതിൽ ഒരാളാണ്. ഉത്തരം ഓപ്ഷൻ ബി CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിയതിൽ പ്രതിഷേധിച്ച് 1923 ഇവർ പാർട്ടി രൂപീകരിച്ചത്. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏത് തരം മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം? ഇന്ത്യയിലെ ഏത് തരം മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം? ഓപ്ഷൻ എ ചെമ്മണ്ണ്, ഓപ്ഷൻ ബി കറുത്ത മണ്ണ്, ഓപ്ഷൻ സി എക്കൽ മണ്ണ്, ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണ്. ഹിന്റ് നോക്കാം. ഇത് റഗൂർ മണ്ണ് എന്നും അറിയപ്പെടുന്നു. ഉത്തരം കറുത്ത മണ്ണ്. ഇന്ത്യയിലെ ഏത് തരം മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം? കറുത്ത മണ്ണ്. ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ഈ മണ്ണ് റിഗർ സോയിൽ ഈർപ്പം നിലനിർത്താൻ കഴിവുള്ളതിനാൽ പരുത്തി കൃഷിക്ക് മികച്ചതാണ്. ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ഈ മണ്ണ് റിഗർ സോയിൽ ഈർപ്പം നിലനിർത്താൻ കഴിവുള്ളതിനാൽ പരുത്തി കൃഷിക്ക് മികച്ചതാണ്. അതിനാൽ ഇന്ത്യയിലെ ഏതുതരം മണ്ണാണ് പരുത്തി കൃഷിക്ക് ഉപയോഗിക്കുന്നത്? കറുത്ത മണ്ണ്. 15ാമത്തെ ചോദ്യം, 1930 ദണ്ഡി യാത്രയുടെ ലക്ഷ്യം എന്തായിരുന്നു? 1930 ദണ്ഡി യാത്ര നടന്നിട്ടുള്ളത്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ എ ഉപ്പ് നിയമം ലംഘിക്കുക, ഓപ്ഷൻ ബി സ്വയംഭരണം ആവശ്യപ്പെടുക, ഓപ്ഷൻ സി വിദേശ വസ്ത്രങ്ങളെ ബഹിഷ്കരിക്കുക, ഓപ്ഷൻ ഡി സൈമൺ കമ്മീഷനെ എതിർക്കുക. ഇതിലേതായിരുന്നു ദണ്ഡി യാത്രയുടെ ലക്ഷ്യം? ഹിന്റ് നോക്കാം. അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഈ യാത്ര ആരംഭിച്ചത്. ലക്ഷ്യം ഉപ്പ് നിയമം ലംഘിക്കുക എന്നുള്ളതായിരുന്നു. ബ്രിട്ടീഷുകാർ ഉപ്പിന് ചുമത്തിയ നികുതിയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി കടപ്പുറത്ത് ഉപ്പ് കുറുക്കി നിയമം ലംഘിച്ചു. ഉപ്പ് നിയമം ലംഘിക്കുക എന്നതായിരുന്നു ദണ്ഡി യാത്രയുടെ ലക്ഷ്യം. 1930 ദണ്ഡി യാത്ര നടന്നിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ഉപ്പിന് ചുമത്തിയ നികുതിയിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി കടപ്പുറത്ത് ഉപ്പ് കുറുക്കി ആ നിയമം ലംഘിച്ചു. 16ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ഓപ്ഷൻ എ മിസിസിപ്പി ഡെൽറ്റ, സുന്ദർബൻ ഡെൽറ്റ, ആമസോൺ ഡെൽറ്റ, നൈൽ ഡെൽറ്റ. ഹിന്റ്, കടുവകൾക്കും കണ്ടൽക്കാടുകൾക്കും പ്രസിദ്ധമായ ഈ സ്ഥലം ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്നു. ഉത്തരം സുന്ദർബൻ ഡെൽറ്റ. ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ചേർന്നുണ്ടാക്കുന്ന ഈ ഡെൽറ്റ ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻ ഡെൽറ്റ. ഗംഗ, ബ്രഹ്മപുത്ര നദികൾ ചേർന്നാണ് സുന്ദർബൻ ഡെൽറ്റ ഫോം ചെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നത്. 17ാമത്തെ ചോദ്യം, സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചത് ആര്? സത്യാർത്ഥ പ്രകാശം എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ ബി സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ സി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓപ്ഷൻ ഡി ദയാനന്ദ സരസ്വതി. ഹിന്റ് നോക്കാം. വേദങ്ങളിലേക്ക് മടങ്ങുക, ഗോ ബാക്ക് ടു വേദാസ് എന്ന ആഹ്വാനം നൽകിയത് ഇദ്ദേഹമാണ്. ഉത്തരം ദയാനന്ദ സരസ്വതി. ആര്യ സമാജത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഈ ഗ്രന്ഥം രചിച്ചത്. സത്യാർത്ഥ പ്രകാശം ദയാനന്ദ സരസ്വതി എഴുതിയുള്ളതാണ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏത്? ഹിന്റ് കൊടുത്തിരിക്കുന്നു. ഈ വെള്ളച്ചാട്ടം കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇത് കൺഫേം ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാം. 19ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. ഓപ്ഷൻ എ തലശ്ശേരി കോട്ട, ഓപ്ഷൻ ബി ഫോർട്ട് വില്യം, ഓപ്ഷൻ സി സെൻറ്റ് ആഞ്ചലോ കോട്ട, ഓപ്ഷൻ ഡി സെൻറ്റ് ജോർജ് കോട്ട. ഉത്തരം ഇത് ചെന്നൈ നഗരത്തിൽ തമിഴ്നാട് സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. സെൻറ്റ് ജോർജ് കോട്ട 1644 മദ്രാസിലാണ് ബ്രിട്ടീഷുകാർ ഈ കോട്ട നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഓപ്ഷൻ എ ചിൽക്ക തടാകം, ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ സി ദാൽ തടാകം, ഓപ്ഷൻ ഡി വൂളാർ തടാകം. ഹിൻഡ് കൊടുത്തിരിക്കുന്നു. ഝലം നദി ഇത് തടാകത്തിലൂടെ ഒഴുകുന്നു. ഉത്തരം വൂളാർ തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ തടാകം. ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വൂളാർ തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. 21ാമത്തെ ചോദ്യം, 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവ് ആര്? എം ജി രാമചന്ദ്രൻ, ഇ വി രാമനായ്ക്കർ, സി രാജഗോപാലാചാരി, കെ കാമരാജ്. ഹിൻഡ് കൊടുത്തിരിക്കുന്നു. ഇദ്ദേഹം ദ്രാവിഡ പ്രസ്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നു. പ്രധാന തമിഴ് നേതാവ്. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രധാന തമിഴ് നേതാവ് ഇ വി രാമസ്വാമി നായ്ക്കർ. പെരിയാർ എന്നറിയപ്പെടുന്ന അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന് നൽകിയ പിന്തുണയാൽ വൈക്കം വീരർ എന്ന് അറിയപ്പെടുന്നു. 22ാമത്തെ ചോദ്യം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏത്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ ഏത്? ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ, ഓപ്ഷൻ ബി ഡുറാൻഡ് രേഖ, ഓപ്ഷൻ സി പാക് കടലിടുക്ക്, ഓപ്ഷൻ ഡി മക്മോഹൻ രേഖ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി രേഖ അരുണാചൽ പ്രദേശ് അതിർത്തിയിലാണ് ഈ രേഖ പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള രേഖ മക്മോഹൻ രേഖ 1914 ഷിംല കരാറ് പ്രകാരം അംഗീകരിച്ച ഇന്ത്യ ചൈന അതിർത്തി രേഖയാണിത്. 23ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ സി ദാദാഭായ് നവറോജി, ഓപ്ഷൻ ഡി ലാല ലജ്പത് റായ്. ഹിൻഡ് കൊടുത്തിരിക്കുന്നു. മിതവാദി മോഡറേറ്റ് വിഭാഗത്തിലെ പ്രമുഖ നേതാവായിരുന്നു ഇദ്ദേഹം. ഗോപാലകൃഷ്ണ ഗോഖലെ. ഇന്ത്യ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഇന്ത്യയെ ചുറ്റിക്കാണാൻ ഗാന്ധിജിയെ ഉപദേശിച്ചത് ഇദ്ദേഹമാണ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി? ലൂണി. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓപ്ഷൻ എ ലൂണി, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി പെരിയാർ, ഓപ്ഷൻ ഡി താപ്തി. ഹിൻഡ് നോക്കാം. ഇതിനെ മധ്യപ്രദേശിൻ്റെ ജീവനാഡി എന്ന് വിളിക്കുന്നു. മധ്യപ്രദേശിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് നർമ്മദ. ഏകദേശം 1312 കിലോമീറ്റർ നീളമുള്ള നർമ്മദയാണ് പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഏറ്റവും വലിയ നദി. 25ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? INC പ്രസിഡന്റ് ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ? ഓപ്ഷൻ എ JB കൃപലാനി, ഓപ്ഷൻ ബി മൗലാന അബ്ദുൽ കലാം ആസാദ്, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ഹിൻഡ് കൊടുത്തിരിക്കുന്നു. 1946 മീററ്റ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1946 മീററ്റ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം JB കൃപലാനി. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ആചാര്യ JB കൃപലാനിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. ഉത്തരം JB കൃപലാനി. 50 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. റിവൈസ് ചെയ്യുക. താങ്ക് യു.